ഭവനരഹിതരായ നിരവധി പട്ടിക വിഭാഗ കുടുംബങ്ങൾ തലചായ്ക്കാൻ ഇടം തേടി അലയുമ്പോൾ കോടികൾ ചെലവഴിച്ച് കാസർഗോഡ് നഗരസഭ നിർമ്മിച്ച SSC ഫ്ളാറ്റുകൾ കാടുകയറി നശിക്കുന്നു. സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറുകയാണ് ഈ ഫ്ളാറ്റുകൾ. ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റുകൾ കൈമാറാൻ കാസർഗോഡ് നഗരസഭ കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് കാസർഗോഡ് നഗരസഭ അണങ്കൂർ MG കോളനിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച 12 ഫ്ളാറ്റുകളാണ് കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയായ ഈ ഫ്ളാറ്റുകളിൽ ഇനി വൈദ്യുതി കണക്ഷൻ മാത്രം ലഭിച്ചാൽ മതി. നഗരസഭ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്താണ് 12 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. നിരവധി ദളിത് കുടുംബങ്ങൾ തലചായ്ക്കാൻ ഇടം തേടി അലയുമ്പോൾ ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് അനുവദിക്കാതിരിക്കുന്ന കാസർഗോഡ് നഗരസഭയുടെ സമീപനത്തിൽ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാസർഗോഡ് നഗരസഭയുടെ SC STക്ക് വേണ്ടിയിട്ടുള്ള ഫ്ളാറ്റുകളാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞാലും ഇതുവരെ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. കൂടുതൽ അപേക്ഷകളുണ്ട്, പക്ഷേ മുനിസിപ്പാലിറ്റി ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ഫ്ളാറ്റുകൾ വൈകാതെ ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്നാണ് പട്ടികജാതി വികസന വകുപ്പും നഗരസഭയും നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ മറുപടി തുടർച്ചയായി ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എറണാകുളം ഞാറക്കലിൽ നാട്ടുകാർ സംഘടിച്ചിറങ്ങി അക്രമകാരികളായ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ചത്. പിടികൂടിയ നായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് വേദനരഹിതമായാണ് കൊന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ചിറങ്ങിയത്. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അക്രമകാരികളായ തെരുവുനായ്ക്കളെ ഓടിച്ചിട്ട് പിടിച്ചു. പിന്നീട് ഓരോന്നിനെയായി മരുന്ന് കുത്തിവെച്ചു കൊന്നു. തെരുവുനായ്ക്കളുടെ അക്രമം പതിവായതോടെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് പഞ്ചായത്ത് അംഗം മിനി രാജു പറഞ്ഞു. കുട്ടികളുടെ അവസ്ഥകൾ, ഓരോ മുറിപ്പെട്ടിട്ട് ബാല്യങ്ങൾ, കണ്ണ് നഷ്ടപ്പെട്ടവർ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയതും. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നായ്ക്കളുടെ കടിയേറ്റിരുന്നു. കുട്ടികളെ സ്കൂളുകളിൽ അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന സ്ഥിതിയായിരുന്നു ഈ പ്രദേശത്ത്. കുറെ ആൾക്കാർ ഇതിനു മുമ്പായിട്ട് വന്നിട്ടുണ്ട്, അവരെ പട്ടിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക്, റോഡിലൂടെ നടക്കുന്ന ജനങ്ങൾക്ക് പറ്റില്ല. ഇത് പട്ടിനെ സംരക്ഷിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടിട്ടോ, നമുക്ക് പറ്റില്ല. നമ്മൾ നടക്കണേന് നമ്മളെ കടിക്കുന്നു. നാട്ടുകാർക്ക് നായപിടുത്തക്കാരനെ എത്തിച്ചു നൽകിയതും തെരുവ് നായ്ക്കളെ വേദനരഹിതമായി കൊല്ലാൻ മരുന്ന് ലഭ്യമാക്കിയതും ജോസ് മാവേലിയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ വെള്ളറട മോഡൽ പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. മാനസികാസ്വാസ്ഥ്യമുള്ളവർക്ക് നൽകുന്ന പെൻഷൻ കിട്ടിയില്ലെന്നാണ് ആരോപണം. പാറശാല സ്വദേശി സുനിലിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രാവിലെ 9 മണിയോടെ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് മുന്നിലെത്തിയ പാറശാല സ്വദേശി സുനിൽ ഓഫീസ് മുറ്റത്ത് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. മാനസികാസ്വാസ്ഥ്യമുള്ളവർക്കുള്ള ചികിത്സാ സഹായം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടാണ് ഇയാൾ തീ കത്തിച്ചത്. തുടർന്ന് നാട്ടുകാർ സുനിലിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അതേസമയം ചികിത്സാ സഹായത്തിനായി സുനിൽ അപേക്ഷ നൽകിയിരുന്നില്ലെന്ന് തഹസിൽദാർ പറഞ്ഞു. സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് വിട്ടയച്ചു. നേരത്തെ ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടാനായി വെള്ളറട സ്വദേശി സാംകുട്ടി വില്ലേജ് ഓഫീസിൽ തീയിട്ടത് വാർത്തയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം പാറശാലയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഉത്തരവിട്ടത്. സർക്കാർ നടപടി അന്തസ്സുള്ളതെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. 2014 മെയ് മാസത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജീവിനെ പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലിരിക്കെ ശ്രീജീവ് വിഷമകത്ത് ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവാവിന്റെ ബന്ധുക്കൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പോലീസ് ശ്രീജീവിനെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് വിഷം കഴിപ്പിക്കുകയും ചെയ്തുവെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് യുവാവിന്റെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും അതോറിറ്റി ഉത്തരവിട്ടിരുന്നു. അതോറിറ്റിയുടെ ഉത്തരവ് നടപ്പിലാക്കിയ സർക്കാർ തീരുമാനം മാന്യതയുള്ളതാണെന്ന് ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. ജിയോ പുറപ്പെടുവിച്ചിരിക്കുക, പറഞ്ഞതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. വലിയ അങ്ങേറ്റത്തൊരു മാന്യത അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. നഷ്ടപരിഹാര തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുന്ന കാര്യം DGP ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കസ്റ്റഡി മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള ശുപാർശയിന്മേലുള്ള തുടർ നടപടിയും കുറ്റക്കാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്താനുള്ള ശുപാർശയും DGP ഉടൻ സർക്കാരിന് ലഭ്യമാക്കണമെന്നും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കൊച്ചിയിൽ വീണ്ടും പെരുമ്പാമ്പിനെ പിടികൂടി. തമ്മനത്ത് റെയിൽവേ ട്രാക്കിന് സമീപം താമസിക്കുന്നവരുടെ പറമ്പിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയിരുന്നു. തമ്മനത്തെ റെയിൽവേ മാർഷലിംഗ് യാർഡിന് സമീപമുള്ള വീടിന് പുറകിലെ പറമ്പിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. സമീപത്തെ കാട് പിടിച്ച പ്രദേശത്തു നിന്നും എത്തിയ പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് വീട്ടുകാർ കണ്ടത്. പാമ്പിനെ കണ്ട് പേടിച്ച വീട്ടുകാർ നാട്ടുകാരെ വിവരമറിയിക്കുകയും പാമ്പിനെ സാഹസികമായി പിടികൂടുകയും ചെയ്തു. ആടുണ്ട്, കോഴിയുണ്ട്, പിള്ളേരൊക്കെ ഇവിടെ ഓടി നടക്കണേ. പിള്ളേരൊക്കെ ഇങ്ങനെ എങ്ങനെ ജീവിക്കൂടാ? ഈ മലമ്പാമ്പ് തന്നെയാണ് ഇവിടെ കളി. വേറെ ഒരെണ്ണത്തിനെ കൊണ്ട് ശല്യമില്ല ഇവിടെ. ഈ കാട്ടിൽ ഇത് തന്നെയാണ്. നമ്മളില്ലാത്ത സമയത്ത് പിള്ളേരെ പിടിച്ചെന്ത് ചെയ്യും? 2 ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയിരുന്നു. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പെരുമ്പാമ്പിനെ കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അറിവിന്റെ പുതിയ മുഖവുമായി ക്യാമ്പസുകളിലേക്ക് പുസ്തകവണ്ടി എത്തുന്നു. SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകവണ്ടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. സാഹിത്യകാരൻ M. മുകുന്ദനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അറിവ് പകർന്നു നൽകുന്ന ക്യാമ്പസുകളുടെ മണ്ണിലേക്ക് പുസ്തകവണ്ടിയുമായി SFI പ്രവർത്തകർ എത്തുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കരുത്തും അറിവും വിജ്ഞാനവും പകരാൻ സഹായിക്കുന്ന രീതിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വണ്ടിയാണ് ഇനി ക്യാമ്പസുകളിലൂടെ സഞ്ചരിക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ നടന്നു. എഴുത്തുകാരൻ M. മുകുന്ദനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എല്ലാ ദിവസവും അല്പനേരം പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കും, അതിനെ മടിയിൽ വെക്കും, ഒന്ന് ഓപനിക്കും, ഒന്ന് മണത്തു നോക്കും, വെറുതെ. അങ്ങനെ പുസ്തകമായിട്ടൊരു ബന്ധമുണ്ടാകും. അങ്ങനെ പുസ്തകത്തെ ഓമനിച്ചും മണത്തും തലോടിയും ഇരിക്കുന്ന കുട്ടി ഒരു ദിവസം വെറുതെ പുസ്തകം തുറന്ന് വായിക്കും. അങ്ങനെ കുട്ടിക്ക് വായനാശീലമുണ്ടാകും. ആദ്യം പുസ്തകത്തെ സ്നേഹിക്കുവാനാണ് കുട്ടികൾ പഠിക്കേണ്ടത്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക വണ്ടികൾ ഒരുക്കിയിരിക്കുന്നത്. ഓണം അവധി കഴിയുന്നതോടെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വാങ്ങുന്നതിനും സൗകര്യം ഉണ്ടാകും. അറിവിന്റെ പുതുവെളിച്ചവുമായി സഞ്ചരിക്കുന്ന പുസ്തകവണ്ടി ക്യാമ്പസുകളിലെ കുട്ടികൾക്ക് വായനയുടെ മറ്റൊരു ലോകമായിരിക്കും സമ്മാനിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാഴ്ചകൾ. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ ഓണക്കോടി. വയനാട്ടിലെ ചെറുമാട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ഓണക്കാലത്തെ വേറിട്ട രീതിയിൽ എതിരേറ്റത്. ഇവിടെ പഠിക്കുന്ന 77 കുഞ്ഞുങ്ങൾക്കാണ് അധ്യാപകർ ഓണക്കോടി സമ്മാനിച്ചത്. നെന്മേനി പഞ്ചായത്തിലെ ചെറുമാട് LP സ്കൂൾ പഠിക്കാൻ 77 വിദ്യാർത്ഥികൾ. ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവരിൽ 95%. നല്ല പഠനത്തോടൊപ്പം അധ്യാപകരുടെ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു വിദ്യാലയം. 4 അധ്യാപകരുണ്ട്. പ്രീ പ്രൈമറിക്കായി 2 ടീച്ചർമാരും. അധ്യാപക ദിനാചരണത്തോടൊപ്പമാണ് ഇത്തവണ ഓണക്കോടി നൽകാൻ ഇവർ തീരുമാനിച്ചത്. എല്ലാ കുട്ടികൾക്കും ഓണം മികച്ചതാവട്ടെ, അവർക്കൊരു ഓണത്തിനുള്ള ഒരു ഉത്സവ മനസ്സുണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഓണക്കോടി വിതരണവുമായിട്ട് ഞങ്ങൾ അധ്യാപകർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെയുള്ള മുഴുവൻ കുട്ടികളുടെയും ഇത്തവണത്തെ ഓണത്തിന് അങ്ങനെ മാധുര്യമേറി. 39 ആൺകുട്ടികളും 38 പെൺകുട്ടികളുമുണ്ട് വിദ്യാലയത്തിൽ. ഇവിടെ സംഘടിപ്പിച്ച ഈ ചെറുപരിപാടിയിലാണ് ഓണക്കോടികൾ നൽകിയത്. ഇതോടൊപ്പം ചില സന്നദ്ധ സംഘടനകളുടെ സമ്മാനങ്ങളും കുട്ടികൾക്ക് നൽകി. അനൂപ് ഖയാർ, വയനാട്. ഓണമെത്തിയതോടെ തലസ്ഥാനത്ത് കൈത്തറി മേളകൾ സജീവമായി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത നെയ്ത്തു സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മേളകളിൽ സുലഭമാണ്. കുറഞ്ഞ നിരക്കിൽ ഇവ വാങ്ങാനായി ഒട്ടേറെ പേരാണ് മേളകളിലെത്തുന്നത്. കേരളത്തിന്റെ തനതു വസ്ത്രങ്ങൾക്ക് പ്രിയമേറുന്ന ഓണക്കാലത്ത് അവയുടെ വിപുലമായ ശേഖരവുമായാണ് കൈത്തറി മേളകൾ സജീവമാകുന്നത്. ധോത്തി, ഷർട്ട്, സാരി, ബെഡ്ഷീറ്റ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും മേളകളിൽ സുലഭമാണ്. ബാലരാമപുരം, തൃശൂർ, കണ്ണൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നുള്ള കൈത്തറി സംഘങ്ങളാണ് മേളയിൽ അണിനിരന്നിരിക്കുന്നത്. നമ്മൾ മെഷീനിൽ നെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഏഴായിരം കൂടുതലായിരിക്കും. കൈത്തറി ആൾറെഡി നനഞ്ഞു വരുന്നതാണ്. അപ്പോൾ പിന്നീട് അത് വെള്ളത്തിൽ വെച്ച് നമ്മൾ അലക്കുമ്പോൾ തന്നെയും അത് അധികം ചുരുക്കം വരത്തില്ല. ഓണക്കാലമാണ് കൂടുതൽ വിൽപ്പന. ഓണം, വിഷു, ക്രിസ്മസ് എന്നിവിടങ്ങളിലാണ് വിൽപ്പന നടക്കാറ്. ഓണക്കാലത്തെ 20% റിബേറ്റോടെ 300 രൂപ മുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ലഭിക്കും. കുറഞ്ഞ നിരക്കിൽ ഇവ വാങ്ങാനായി ഒട്ടേറെ പേരാണ് ഓരോ കൈത്തറി മേളകളിലും എത്തുന്നത്. തിരുവനന്തപുരത്ത് VJT ഹാൾ, ഹാൻഡെക്സ്, ഹാൻഡ്വീവ് തുടങ്ങിയവിടങ്ങളിൽ കൈത്തറി മേളകൾ നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് ബോണസ് ലഭിക്കും. IRCയുമായി മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ഓണത്തിന് ശേഷം കശുവണ്ടി ഫാക്ടറികൾ തുറക്കാനും ചർച്ചയിൽ ധാരണയായി.
സ്വകാര്യ കശുവണ്ടി മുതലാളിമാർ കൂടി ഉൾപ്പെട്ട ഇൻഡസ്ട്രിയലൈസേഷൻ കമ്മിറ്റിയുമായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ധാരണപ്രകാരം 8,500 രൂപ തൊഴിലാളികൾക്ക് ഓണത്തിന് ബോണസ് ലഭിക്കും. ഈ മാസം 8-നും 9-നും ബോണസ് കൊടുത്തു തീർക്കാനാണ് തീരുമാനം. ഇതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്ന് മന്ത്രി കശുവണ്ടി ഫാക്ടറി ഉടമസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞ് മിക്കവാറും ഫാക്ടറികൾ എല്ലാവരും തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ തൊഴിലാളികൾക്ക് 8,500 രൂപയും സ്റ്റാഫിന് 3 മാസവും 10 ദിവസവും എന്നതാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥ. എല്ലാവരും കൃത്യമായി 10-ാം തീയതിക്കകം ബോണസ് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത്. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് പുറമെ കാഷ്യൂ കോർപ്പറേഷനിലെയും കാപെക്സിലെയും തൊഴിലാളികൾക്കും ഇതേ നിരക്കിൽ ബോണസ് ലഭിക്കും. ബോണസിനായി കഴിഞ്ഞ 3 ദിവസമായി സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ സമരം നടത്തിവരികയായിരുന്നു. കാഷ്യൂ കോർപ്പറേഷനിലെയും കാപെക്സിലെയും ഉദ്യോഗസ്ഥർക്കും ബോണസ് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായി ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ജൈവോത്സവത്തിന് കൊച്ചിയിൽ തുടക്കം. ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഉത്രാടം വരെ നീളുന്ന ജൈവ പച്ചക്കറി വിപണന മേള CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. നടിയും സംഗീത നാടക അക്കാദമി ചെയർമാൻ KPSC ലളിത ആദ്യ വിൽപ്പന നിർവഹിച്ചു. കായ, ചേന, പയർ, മത്തങ്ങ, ഏത്തപ്പഴം, ഞാലിപ്പൂവൻ തുടങ്ങി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കാൻ വേണ്ട മുഴുവൻ പച്ചക്കറികളും ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുൻവശം വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. കാഞ്ഞൂർ, മഞ്ഞപ്ര, പള്ളിയാക്കൽ തുടങ്ങി എറണാകുളം ഭാഗങ്ങളിൽ CPIMന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ബാങ്ക് നേരിട്ടായിരുന്നു ജൈവ പച്ചക്കറി കൃഷി ചെയ്തത്. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം വരെ നീളുന്ന ജൈവ പച്ചക്കറി വിപണനമേള CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് മട്ടുപ്പാവിലായാലും ഉള്ള സ്ഥലത്തായാലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനാവശ്യമായ തുടർ നടപടികളായിരിക്കണം ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം. നടി KPSC ലളിത ആദ്യ വിൽപ്പന നിർവഹിച്ചു. വീട്ടിൽ പൈസ കൊണ്ട് തരികയും നമ്മൾ കടയിൽ വന്ന് പച്ചക്കറി വാങ്ങിക്കുകയുമാണ് ഈ ഗവൺമെന്റ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ വേറൊരു കാര്യം. ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ വിഷരഹിത ജൈവ പച്ചക്കറി ആവശ്യാനുസരണം വാങ്ങാമെന്നതാണ് ജൈവോത്സവത്തിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓണമെടുത്തതോടെ കർഷകർക്ക് പ്രതീക്ഷ നൽകി മറയൂർ ശർക്കരയുടെ വില ഉയർന്നു. 3,300 രൂപയാണ് ഇന്നലത്തെ വില. വരും ദിവസങ്ങളിലും വില കൂടാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ ശർക്കരയുടെ വരവ് അതിർത്തിയിൽ അധികൃതർ തടഞ്ഞതാണ് സംസ്ഥാനത്തെ കമ്പോളങ്ങളിൽ മറയൂർ ശർക്കരയ്ക്ക് വില ലഭിക്കാൻ കാരണമായത്. ഓണനാളുകൾ അടുത്തതോടെയാണ് മറയൂർ ശർക്കരയ്ക്ക് പ്രിയമേറിയത്. ഇന്ത്യയിലെ ഏറ്റവും ഗുണമേന്മയുള്ള മറയൂർ ശർക്കരയ്ക്ക് കഴിഞ്ഞ ദിവസം വിപണിയിൽ ലഭിച്ചത് മികച്ച വിലയാണ്. 3,300 രൂപയാണ് ശർക്കരയുടെ ഇപ്പോഴത്തെ കമ്പോള നിരക്ക്. വില ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കർഷകരും വ്യാപാരികളും കാണുന്നത്. ഓണനാളുകളിലെ വില തുടർന്നും ലഭിക്കുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. വില സ്ഥിരതയുണ്ടായാൽ മാത്രമേ കൃഷി ലാഭകരമായി നിലനിർത്താനാവൂ എന്നാണ് കർഷകർ പറയുന്നത്. ഇനി ഓണത്തിനെന്ന് പറയുന്നത് അടുത്ത ഞായറാഴ്ചയോടുകൂടി ഈ മാർക്കറ്റ് ഇവർ തീർക്കും, കച്ചവടക്കാര്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ടൊരു വിലയല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ രീതി അനുസരിച്ച് തീരെ കുറവാണ്. 2,500, 2,400, 2,200, 2,200 വരെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് 2,200 വരെ ശർക്കര പോയി. അപ്പൊ കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടമാണ്. അമിതമായ തോതിൽ തമിഴ്നാട്ടിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത ശർക്കര കേരള വിപണിയിൽ എത്തുന്നതാണ് മറയൂർ ശർക്കരയുടെ വിലയിടിവിന് പ്രധാന കാരണം. ഇത്തവണ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കാര്യക്ഷമമാക്കിയതും മറയൂർ ശർക്കരയ്ക്ക് വില ഉയരാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഓണം നാളുകളിലെ വില ഉയർച്ചയെ പ്രതീക്ഷയോടെയാണ് ഈ കർഷക സമൂഹം കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2015 JC ഡാനിയൽ പുരസ്കാരം തിരക്കഥാകൃത്തും സംവിധായകനുമായ KG ജോർജിന്. മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം. അടുത്ത മാസം 15-ന് പാലക്കാട് നടക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം കൈമാറും. 1970-കളിൽ മലയാള സിനിമാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച KG ജോർജിന് 9 സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്.